ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസം കേവലം ഒരൊറ്റ സൗഹൃദ മത്സരം മാത്രമാണ് അർജന്റീന കളിക്കുന്നത്. എതിരാളികൾ അങ്കോളയാണ്. വരുന്ന 14-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 10:30 ഈ ഒരു മത്സരം നടക്കുക. അങ്കോളയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. ഈ മത്സരത്തിനുള്ള അർജന്റീന സ്ക്വാഡിനെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില സുപ്രധാന താരങ്ങൾ ഇപ്പോൾ ടീമിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. അതായത് എമി മാർട്ടിനസ് ഇത്തവണത്തെ സ്ക്വാഡിൽ ഉണ്ടാവില്ല എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. എമിക്ക് വിശ്രമം നൽകാൻ സ്കലോണി ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അർജന്റീൻ ലീഗിൽ കളിക്കുന്ന ലിയാൻഡ്രോ പരേഡസ്, മാർക്യൂസ് അക്യൂഞ്ഞ തുടങ്ങിയ താരങ്ങളെ പരിശീലകനായ സ്കലോണി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം അർജന്റീൻ ലീഗിൽ സുപ്രധാന മത്സരങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ മത്സരത്തിന് വേണ്ടി ഈ താരങ്ങളെ കൊണ്ടുവരേണ്ടതില്ല എന്ന ഒരു തീരുമാനം സ്കലോണി എടുക്കുകയായിരുന്നു. കൂടാതെ ബാലർഡി പരിക്ക് മൂലം പുറത്തായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ടീമിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്ന സുപ്രധാന താരങ്ങൾ. ഏതായാലും അർജന്റീനയുടെ സ്ക്വാഡ് നമുക്കൊന്ന് പരിശോധിക്കാം. 2 ഗോൾ കീപ്പർമാരെ മാത്രമാണ് സ്കലോണി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജെറോണിമോ റുള്ളി, വാൾട്ടർ ബെനിറ്റസ് എന്നിവരാണ് ഗോൾ കീപ്പർമാർ. ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്ത്യൻ റൊമേറോ, നൊഹ്വേൽ മൊളീന, ഓട്ടമെൻഡി, സനസി, ടാഗ്ലിയാഫിക്കോ, യുവാൻ ഫോയ്ത്ത് എന്നിവരാണ് വരുന്നത്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, നിക്കോ പാസ്, ജിയോവാനി ലോ ചെൽസോ, തിയാഗോ അൽമേഡ, നിക്കോ ഗോൺസാലസ്, വാലന്റൈൻ ബാർക്കോ, അതുപോലെ തന്നെ പെറോണ്, ജൂലിയാനോ സിമിയോണി, പ്രിസ്റ്റിയാനി എന്നിവർ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മെസ്സി, ആൽവറസ്, ലൗറ്ററോ, അതുപോലെ തന്നെ ഫ്ലാക്കോ ലോപ്പസ്, പനിച്ചെല്ലി എന്നിവർ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവതാരങ്ങൾ ചിലർ ഇപ്പോൾ ടീമിൽ ഇടം നേടി എന്നുള്ളതാണ്. അതായത് പനിച്ചെല്ലി സ്ട്രാസ്ബർഗിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്കലോണി അവസരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുവ സൂപ്പർ താരമായ പ്രിസ്റ്റിയാനി ഇപ്പോൾ ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബാർക്കോയും ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഒരു സ്ക്വാഡിനെ തന്നെയാണ് സ്കലോണി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.